ട്രാവലിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 12 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഒരു വിശേഷാൽ ചടങ്ങ്, പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ആചാരങ്ങൾ. നരബലിയും മൃഗബലിയും നാടുവാണിരുന്ന കാലത്ത് തന്റെ നാടിനെ സ്നേഹിക്കുകയും ദേശാധിദേവതയുടെ ഐശ്വര്യത്തിലും പ്രസാദത്തിലൂടെയും മാത്രമേ ജനജീവിതത്തിൽ സംതൃപ്തിയും സന്തുഷ്ടിയും ഉണ്ടാവുമെന്ന് ദൃഢമായി ആസ്തിക ബോധ്യമുണ്ടായിരുന്ന ഒരു നാടുവാഴിയുടെ ചെമ്പകശ്ശേരിയുടെ ചരിത്രം തന്നെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ആ പൊന്നു തമ്പുരാന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ഇന്നും അമ്പലപ്പുഴയിൽ അനുവർത്തിച്ചു പോകുന്ന ഒരു ചടങ്ങ്. 12 വർഷം കൂടുമ്പോൾ മാത്രം അമ്പലപ്പുഴ കണ്ണന്റെ തിരുമുറ്റത്ത് നടത്തുന്ന പള്ളിപ്പാന എന്ന ചടങ്ങിന്റെ 15 ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കോർത്തിണക്കിയിരിക്കുന്നത്. ഓരോ 12 വർഷത്തിനുമിടയിൽ ദേശാധിദേവനായ ആരാധനമൂർത്തിക്കുണ്ടാകുന്ന ഊതിബാധാദി ദോഷങ്ങളും അമംഗളങ്ങളും അകറ്റുവാൻ വേലന്മാർ പറകൊട്ടിപ്പാടുന്ന അതിപുരാതനമായ ഈ അനുഷ്ഠാന കലയാണ് പള്ളിപ്പാന. ഐതിഹ്യങ്ങളുടെ കലവറയായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ആചാര അനുഷ്ഠാനങ്ങളുടെ പുണ്യഭൂമി കൂടിയാണ്. 410 വർഷങ്ങൾക്ക് മുൻപ് പൂരാടം പിറന്ന ചെമ്പകശ്ശേരി ദേവനാരായണ രാജാവ് നിർമ്മിച്ച ഈ മഹാക്ഷേത്രം താന്ത്രിക കുലപതികളായിരുന്ന കടിയാക്കോൽ പുതുമന തന്ത്രിമാരുടെ തർക്കത്തെ തുടർന്ന് കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായിരുന്ന വലിയ മഠം കുടുംബക്കാർ ആരാധിച്ചു വന്നിരുന്ന പാർത്ഥസാരഥി വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയതാണ്. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനാണ് അമ്പലപ്പുഴ പള്ളിപ്പാന തുടങ്ങിവെച്ചത്. ആദ്യ പാന നടന്നത് കൊല്ലവർഷം 841. ഇന്നും ഇത് തുടർന്നു വരുന്നു. പാന എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. ദേവസന്നിധിയിൽ നടക്കുന്ന പാട്ടാണ് പള്ളിപ്പാന. ആലസ്യത്തിൽ ആയ മഹാവിഷ്ണുവിനെ പാട്ടുകൾ പാടി ഉണർത്തി കർമ്മനിരതനാക്കുകയാണ് പള്ളിപ്പാന ചടങ്ങുകളുടെ ലക്ഷ്യം. വേല സമുദായത്തിൽപ്പെട്ട കർമ്മികളാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പള്ളിപ്പാന നടത്തുവാൻ അവകാശമുള്ളത് 6 കുടുംബക്കാർക്കാണ്. ചെമ്പകശ്ശേരി, ഓയിക്കരി, എറമുണ്ട, കുന്നംകരി, നെട്ടാശ്ശേരി, അമ്പലപ്പുഴ എന്നീ കരക്കാരുടെ കുടുംബങ്ങൾക്കാണ് ഇന്നും ഈ പാന നടത്താനുള്ള അവകാശം. ഓത്തും മുറോത്തുമാണ് പള്ളിപ്പാനയിലെ പ്രധാന അനുഷ്ഠാനങ്ങൾ. ഓത്ത് പകൽ സമയത്ത് വേലന്മാർ നടത്തുന്ന പാട്ടാണ്. മുറോത്ത് രാത്രി സമയത്ത് വേലത്തികൾ നടത്തുന്ന ചടങ്ങും. ഇവരെ കൂടാതെ കൂട്ടാളികളും രസികന്മാരുമായി ഒരു കൂട്ടർക്കൂടുണ്ട്. കാര്യങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന രസികന്മാരാണ് ഇവർ. പുറനാടികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓത്തും മുറോത്തും നടക്കുന്ന വേളയിൽ ചില സമയങ്ങളിൽ ആളുകളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. വിഗ്രഹത്തിലെ അശുദ്ധികൾ നീക്കം ചെയ്യാനും അതിന്റെ ശക്തി പുനർപ്രതിഷ്ഠിക്കുവാനുമാണ് ഈ ആചാരം നടത്തുന്നത്. വേലന്മാരാണ് പാനപ്പാട്ട് പാടി വിഗ്രഹത്തിന് ശക്തി പകരുന്നത്. എല്ലാ വർഷവും മകരം 1 മുതൽ 12 വരെ നടക്കുന്ന 12 കളവും 12 എണ്ണം കാലം കൂടുമ്പോഴാണ് പള്ളിപ്പാന നടക്കുന്നത്. 12 പള്ളിപ്പാന കഴിഞ്ഞാൽ വിജയബലി എന്ന ചടങ്ങും നടക്കും. അവസാനമായി വിജയബലി നടന്നത് 1954 ഇപ്പോൾ നടക്കുന്നത് 30ാമത്തെ പള്ളിപ്പാനയാണ്. 2098 അടുത്ത വിജയബലി നടക്കേണ്ടത്. പള്ളിപ്പാനയുടെ മഹത് കർമ്മങ്ങൾ ആരംഭിക്കുന്നത് കാപ്പുകെട്ട് എന്ന ചടങ്ങോടുകൂടിയാണ്. ചൈതന്യം ആവാഹിച്ച കോയ്മവടിയാണ് മേൽശാന്തി പള്ളിപ്പാന പന്തലിലേക്ക് എഴുന്നള്ളിക്കുന്നത്. കോയ്മവടിയെ പിണിയാളായി സങ്കല്പിച്ചാണ് കർമാരംഭത്തിൽ കാപ്പുകൾ കെട്ടുന്നത്. കാപ്പുകെട്ട് മുഹൂർത്തത്തിന് മുൻപായി ശ്രീകോവിൽ നിന്നും ചൈതന്യം ആവാഹിച്ച കോയ്മവടി കൂത്തുവിളക്കേന്തിയ വാര്യന്മാരുടെയും പുലിത്തോൽ പരിചയം വാളും ധരിച്ച കോയ്മസ്ഥാനിയുടെയും മേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വായ്ക്കുരകളോടുകൂടി പന്തലിലേക്ക് എഴുന്നള്ളിച്ചിരുത്തിയാൽ പാന നടത്തുന്നതിന് അവകാശികളായ 6 വേല സമുദായ കുടുംബാംഗങ്ങളിലെയും ആളുകൾ കാപ്പുകൾ ജപിച്ച് കോയ്മസ്ഥാനിയെ ഏൽപ്പിക്കുന്നു. കോയ്മസ്ഥാനി ആ കാപ്പുകൾ മേൽശാന്തിയെ കൊണ്ട് യഥാക്രമം കോയ്മവടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഓത്തിനുള്ള അനുവാദം വേലന്മാർക്ക് ലഭിക്കുന്നു. പിന്നീട് പാന ആരംഭിക്കുകയായി. സാധാരണയായി ഒരു ദിവസം 3 പ്രാവശ്യമാണ് കോയ്മവടി ക്ഷേത്രത്തിൽ നിന്നും പാനപ്പന്തലിലേക്കും തിരിച്ച് പാനപ്പന്തലിൽ നിന്നും ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളിക്കുന്നത്. വേലന്മാർ ശൈവവാദ്യങ്ങളായ പറയും തുടിയും കൊട്ടി പാട്ടുപാടുമ്പോൾ ദേവന്റെ ബാധോപദ്രവങ്ങൾ ഇലഞ്ഞിത്തൂപ്പുകൊണ്ട് ഒഴിഞ്ഞു വാര്യന്മാർ ഹോമകുണ്ഡത്തിൽ നിക്ഷേപിക്കുന്നതാണ് ചടങ്ങ്. ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ കവാടം സാധാരണയായി തുറക്കാറില്ല. ഈ കവാടം തുറക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമയത്തും ഈ പാന നടക്കുന്ന സമയത്തും മാത്രമാണ്. പടിഞ്ഞാറേ വാതിൽ തുറന്നാണ് ക്ഷേത്ര കോയ്മസ്ഥാനി അധികാര ചിഹ്നമായ ചൂരലിൽ സ്വർണം കെട്ടിയ വടിയുമായി വരുന്നതും തിരിച്ച് അകത്തേക്ക് പോകുന്നതും. ദേവചൈതന്യം ആവാഹിച്ച കോയ്മവടി വയ്ക്കുന്ന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ മുറിയുടെ തെക്ക് ഭാഗത്ത് ആസുര ശക്തികളുടെ ഉപദ്രവം ദേവൻ ഏൽക്കാതിരിക്കുന്നതിനായി പള്ളിപ്പാനയുടെ 2ാം നാൾ മേൽശാന്തി രക്ഷാകലശം പൂജിച്ചു വയ്ക്കും. കാപ്പഴിക്കുന്ന ദിവസം ഈ കലശക്കുടം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് കാപ്പഴിച്ച് കുടത്തിൽ നിക്ഷേപിക്കുകയും കുടത്തിൽ നിന്നും ലഭിക്കുന്ന ദ്രവ്യം അടിസ്ഥാനമാക്കി പള്ളിപ്പാനയുടെ കർമ്മങ്ങളുടെ ഫലം നിശ്ചയിക്കപ്പെടുകയും ചെയ്യും.
അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 3-ാം ദിവസം നടക്കുന്ന സുപ്രധാന ചടങ്ങാണ് ഇടുപണം ഇടൽ അഥവാ ഭീഷ്മരൂപ ആവാഹനം. സപ്ത സമുദ്രങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന മണ്ണും ജലവും ചെളിയും കൊണ്ട് തേക്ക് പലകയിൽ തയ്യാറാക്കുന്ന ഭീഷ്മരൂപം പാനപ്പന്തലിന് പകുതിക്ക് തെക്കെടുക്കുന്ന കുഴിയുടെ മുകളിൽ സ്ഥാപിച്ച് കർമ്മികളുടെ പൂജകൾക്ക് ശേഷം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പൂവൻ കോഴിയെ ഉഴിഞ്ഞ് കുഴിയിൽ നിക്ഷേപിക്കും. അമ്പരഗംഗ എന്ന സങ്കല്പത്തിൽ മുകളിൽ കെട്ടിത്തൂക്കുന്ന കലശക്കുടത്തിൽ നിന്നും നൂല് കെട്ടി ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർക്ക് കുടിനീര് കൊടുക്കും. 15-ാം നാളിൽ കാപ്പഴിക്കുമ്പോൾ കോഴി ജീവനോടെ ഉണ്ടാകണം എന്നതാണ് വിശ്വാസം. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 4-ാം ദിവസത്തെ പ്രസിദ്ധമായ ചടങ്ങാണ് കിടങ്ങുബലി അഥവാ കുഴിബലി. പാതാള ലോകത്തിലെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനും അവരുടെ അനുഗ്രഹങ്ങൾക്കുമായി നടത്തുന്ന കർമ്മമാണ് കിടങ്ങുബലി അഥവാ കുഴിബലി. യജ്ഞവേദിയുടെ തെക്ക് ഭാഗത്ത് ഒരു കുഴിയെടുത്ത് ഒരാളിനെ കുഴിയിൽ കിടത്തി വാഴപ്പോളയും പിണ്ടിയും മുകളിൽ നിരത്തി കുഴിയുടെ ചുറ്റും അലങ്കരിച്ച് ബലിച്ചടങ്ങുകൾ നടത്തി കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ കുഴിയിൽ നിന്ന് ആൾ തുള്ളി ഉറഞ്ഞ് യജ്ഞവേദിയിൽ എത്തുന്ന ചടങ്ങാണ് ഇത്. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 5-ാം ദിവസത്തെ പ്രസിദ്ധമായ ചടങ്ങുകളാണ് അന്തിപ്പേ കാവലേറലും പട്ടടബലി. ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഉള്ള പ്രേതാത്മാക്കളെ ഒഴിവാക്കുവാൻ വേണ്ടി നടത്തുന്ന ബലിയാണ് പട്ടടബലി. കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ ഉടഞ്ഞു തുള്ളുന്ന കൂത്താടിയെ ചോലയിൽ പൊതിഞ്ഞുകെട്ടി കുഴിയിൽ നിക്ഷേപിക്കുന്നു. പിന്നീട് ഇതൊരു പലക കൊണ്ട് മൂടുന്നു. പൂജാവിധികൾ പൂർത്തിയാകുമ്പോൾ കുഴിയിൽ നിന്നും ആൾ തുള്ളി ഉറഞ്ഞ് യജ്ഞവേദിയിൽ എത്തുന്നതാണ് പട്ടടബലിയുടെ ചടങ്ങുകൾ. പള്ളിപ്പാനയുടെ 6-ാം ദിവസം മുതൽ 8-ാം ദിവസം വരെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒരു ചടങ്ങാണ് പാനപിടുത്തം അഥവാ പാനയടി. ക്ഷുദ്രപ്രയോഗങ്ങളാലോ മറ്റ് ആഭിചാര കർമ്മങ്ങളാലോ ക്ഷേത്രഭൂമികൾക്ക് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ പരിഹാരാർത്ഥം ക്ഷേത്രത്തിന്റെ 4 അതിരുകളിൽ നിന്നും മണ്ണ് സംഭരിച്ച് 6 അവകാശികളുടെയും നേതൃത്വത്തിൽ വ്രതധാരികളായ പാനപിടുത്തക്കാരെ കൊണ്ട് പാനക്കുറ്റികൾ എടുപ്പിച്ച് ഉരലിന് മുകളിൽ നാളികേരം വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന ചടങ്ങാണ് ഇത്. പള്ളിപ്പാനയുടെ 6-ാം ദിവസത്തെ ചടങ്ങുകളാണ് ബ്രഹ്മൻ പുറപ്പാടും നീണബലിയും. ശ്രീ പരമേശ്വരൻ മുഖ്യകർമ്മിയായി നടത്തിയ ആദ്യ പള്ളിപ്പാന ചടങ്ങുകൾ ദർശിക്കുന്നതിനായി ബ്രഹ്മാവ് യജ്ഞവേദിയിലെത്തിയ മുഹൂർത്തത്തെ അനുസ്മരിച്ച് നടത്തുന്ന ചടങ്ങാണ് ബ്രഹ്മൻ പുറപ്പാട്. ഗണക സമുദായത്തിൽപ്പെട്ട കോലമെഴുത്തിന്റെ അവകാശി കോലം വരച്ചു കെട്ടി തുള്ളി യജ്ഞവേദിയിലെത്തുന്നതാണ് ഈ ചടങ്ങ്. ഇതിനുശേഷം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി 64 കളത്തിൽ നിണബലി നടത്തും. ശത്രുസംഹാര കർമ്മങ്ങളുടെ ഭാഗമായി ബാധകളെ ആവാഹിച്ച് ബലിപൂജകൾ നടത്തി തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണ് ഇത്. പള്ളിപ്പാനയുടെ 7-ാം ദിവസത്തെ പ്രധാന ചടങ്ങുകൾ കാളികൂടം തുള്ളലും കാലൻ പുറപ്പാടുമാണ്. യമരാജാവിന്റെ അനുഗ്രഹത്തിനായി കണിയാന്മാർ കോലങ്ങൾ വരച്ച് അവർ തന്നെ മുഖത്ത് വെച്ച് കെട്ടി ഗോശാലയോട് ചേർന്നുള്ള കിഴക്കേ ആൽത്തറയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ യജ്ഞവേദിയിൽ പ്രവേശിച്ച് പള്ളിക്കൊട്ടിലിന് മുമ്പിൽ കുമ്പളങ്ങ വെട്ടി കുരുതി നടത്തും. തുടർന്ന് കണിയാൻ കോലം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പാന നടക്കുന്ന സ്ഥലത്ത് വാഴപ്പിണ്ടിയും വാരിയും കയറും വാഴപ്പോളയും കുരുത്തോലയും കൊണ്ട് വേലന്മാർ നിർമ്മിക്കുന്ന കാളികൂടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. യജ്ഞവേദിയിൽ സ്ഥാപിച്ച ഓരോ കാളികൂടത്തിനകത്തും വേലന്മാരെ ഇരുത്തി പൂജകൾ ചെയ്ത് നിണബലി നടത്തിയാൽ കാളികൂടങ്ങൾ പിഴുതെടുത്ത് വേലന്മാർ തുള്ളാൻ തുടങ്ങും. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 8-ാം ദിവസത്തെ പ്രധാന ചടങ്ങുകൾ ശാസ്താം പുറപ്പാടും ആഴിപ്പയുമാണ്. തന്റെ പിതാവായ ശ്രീ പരമേശ്വരൻ നടത്തിയ പള്ളിപ്പാന ദർശിക്കുന്നതിനായി ശ്രീ ധർമ്മശാസ്താവ് യജ്ഞവേദിയിൽ എത്തുന്ന സങ്കല്പമാണ് ശാസ്താം പുറപ്പാട്. ആഴിപ്പെ യജ്ഞവേദിയുടെ മധ്യഭാഗത്തിന് തെക്കുവശത്ത് പുളിവിറകുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അതിൽ അമ്പലപ്പുഴ കൊല്ലം നിർമ്മിച്ചു നൽകുന്ന ഉരുക്കിൽ തീർത്ത തൂമ്പാച്ചട്ടം പഴുത്ത് ചുവന്ന നിറമാകുമ്പോൾ അഗ്നികുണ്ഡത്തിന് സമീപം ഒരുക്കുകൾ നിരത്തി വേലന്മാരിൽ പ്രധാനി പൂജ നടത്തും. പൂജകൾ പൂർത്തിയാകുമ്പോൾ ആവേശം കൊള്ളുന്ന ആളുകൾ അഗ്നികുണ്ഡത്തിന് ചുറ്റും നടക്കുകയും കനൽ കൈകൊണ്ട് വാരിയെറിയുകയും ചെയ്യുന്ന ചടങ്ങാണ്. അഗ്നിദേവന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പള്ളിപ്പാനിൽ നടക്കുന്ന ചടങ്ങായിട്ടാണ് ആഴിപ്പ നടക്കുന്നത്.
അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 9ാം ദിവസത്തെ പ്രധാന ചടങ്ങുകൾ ഭാരതം തുള്ളലും ചെറിയ കൂമ്പുബലിയുമാണ്. കൂമ്പുബലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പാനപ്പന്തലിന് തെക്കുവശം ഭാരതം തുള്ളൽ അരങ്ങേറും. കുരുത്തോല കൊണ്ട് തൊപ്പിയുണ്ടാക്കി കുരുത്തോല മാല അണിഞ്ഞും മുഖത്ത് അലങ്കാരങ്ങൾ അധികമില്ലാതെയും ഭാരതം കഥ തുള്ളൽ ചൂടുകളോടെ അവതരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. തുടർന്ന് ചെറിയ കൂമ്പുബലിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഇതിനായി 7.25 പൊക്കത്തിൽ, അതായത് ഏകദേശം 15 അടിയോളം ഉയരത്തിൽ കൈലാസക്കോൽ പിടിപ്പിച്ച 6 അടയ്ക്കാമരങ്ങൾ തട്ടുബലി പന്തലിന് മുമ്പിലായി കുഴിച്ചിടും. ഓരോ കൂമ്പിന്റെയും ചുവട്ടിൽ അലങ്കരിക്കുകയും മുകൾ വശത്ത് കുരുത്തോല കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യും. തുടർന്ന് വേലന്മാർ ഇതിൽ കയറി പൂജ ചെയ്യാൻ തുടങ്ങും. ഓരോ കൂമ്പിന്റെയും മുകളിൽ വേലന്മാർ കയറി കൈലാസനാഥന്റെയും ശ്രീ പാർവതിയുടെയും ശിവഭൂതഗണങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി പൂജകൾ ചെയ്ത് ബലിയർപ്പിക്കും. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 10ാം ദിവസത്തെ പ്രധാന ചടങ്ങുകൾ ദിക്കുബലിയും അടവിയുമാണ്. അടയ്ക്കാമരവും കയറും കൊണ്ട് ആശാരിമാർ പണിതു നൽകുന്ന കട്ടിലിൽ പച്ചോല വിരിച്ച് വാഴപ്പിണ്ടി, കുരുത്തോല, പൂക്കുല എന്നിവ കൊണ്ട് അലങ്കരിച്ച് വേലന്മാർ അഷ്ടദിക്പാലകരെ സങ്കല്പിച്ച് പൂജകൾ നടത്തും. അഷ്ടദിക്പാലകരുടെ അനുഗ്രഹം പള്ളിപ്പാന ചടങ്ങുകൾക്കുണ്ടാകുന്നതിനായിട്ടാണ് പൂജകൾ നടത്തുന്നത്. തുടർന്ന് വേലന്മാരിൽ ഒരാളെ പച്ചോല കൊണ്ട് കെട്ടി കട്ടിലിൽ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ ക്ഷേത്രത്തിന്റെ അതിരുകളിൽ പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലികർമ്മങ്ങൾ ചെയ്യും. ബലികർമ്മങ്ങൾക്ക് ശേഷം പച്ചോലയിൽ കെട്ടിയിട്ടിരിക്കുന്ന വേലൻ ഓലമടൽ പൊട്ടിച്ച് കലി പൂണ്ടോടി ചൂരൽക്കാടുകളും അടയ്ക്കാമരങ്ങളും പറിച്ചെടുത്ത് തുള്ളി പാനപ്പന്തലിന് മുന്നിലെത്തുന്നതാണ് അടവി എന്ന് പറയുന്നത്. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 11ാം ദിവസത്തെ പ്രധാന ചടങ്ങ് പീഠബലി അഥവാ അഷ്ട ഐശ്വര്യലക്ഷ്മി പൂജയാണ്. അഷ്ട ഐശ്വര്യ ദേവതകളെ പ്രീതിപ്പെടുത്തി യജ്ഞവേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണിത്. ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ വീടുകളിലേക്ക് കുടിയിരുത്തുവാൻ വേണ്ടി നടക്കുന്ന ഈ പൂജ പള്ളിപ്പാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ അടുത്ത 12 വർഷത്തേക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ കുടിയിരുത്തുവാൻ വേണ്ടിയുള്ള ഒരു പൂജയാണ് ഇത്. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 12ാം ദിവസത്തെ പ്രധാന ചടങ്ങ് കിടുങ്ങുബലി അഥവാ കിടങ്ങുബലിയാണ്. ഭൂമിയിൽ അലഞ്ഞിരിഞ്ഞു നടക്കുന്ന എല്ലാ പ്രേതാത്മാക്കളെയും അകറ്റി ഭൂമി ദേവിയെ പള്ളിപ്പാനയിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണിത്. ദുർമരണം സംഭവിച്ച പിതൃക്കളുടെയും മോക്ഷം ലഭിക്കാതെ അലയുന്ന പിതൃക്കളുടെയും മോക്ഷത്തിനും അനുഗ്രഹങ്ങൾക്കുമായി യജ്ഞവേദിയിൽ വാഴപ്പോളയും വാരിയും നിരത്തി കുലവാഴകൾ കൊണ്ട് ഒരു കൂടൊരുക്കി അതിൽ തെങ്ങും പൂക്കുലകൾ കൊണ്ട് അലങ്കരിച്ച് പൂജകൾ നടത്തി കൂത്താടികളിൽ ഒരാളെ അതിൽ കിടത്തുന്നു. പൂജകൾ കഴിഞ്ഞ് നിണബലിയും കഴിയുമ്പോൾ അതിൽ കിടക്കുന്ന ആൾ പ്രതിബന്ധങ്ങൾ നീക്കി ഉറഞ്ഞു തുള്ളി അതിൽ നിന്ന് പുറത്തു വരികയും കലി അടങ്ങിയാൽ കോഴ്മപടി തിരികെ എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇത്. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 13ാം ദിവസത്തെ പ്രധാന ചടങ്ങ് കരകളിൽ പോയി ശത്രുവെടുപ്പാണ്. വീടുകളിൽ ശത്രുവെടുപ്പിനായി വേലന്മാർ എത്തി പറകൊട്ടി നീട്ടിപ്പാടി വീട്ടിലുള്ളവരുടെ ശത്രുദോഷവും നാവിൻ ദോഷവും മാറണമെന്ന പ്രാർത്ഥനയോടെ ഒഴിഞ്ഞു പോകുന്നു. എട്ട് പള്ളിപ്പാനകൾ കണ്ട അമ്പലപ്പുഴയുടെ വലിയ പെരുവന്റെ വസതിയിൽ നടന്ന ശത്രുവെടുപ്പിന്റെ ദൃശ്യങ്ങൾ. അമ്പലപ്പുഴ പള്ളിപ്പാനയുടെ 14ാം ദിവസത്തെ സുപ്രധാനമായ ചടങ്ങുകൾ കാളിയും ദാരികനും വരവ്, വലിയ കോലം വരവ്, വലിയ അടവി, വലിയ കൂമ്പുബലി എന്നിവയാണ്. ഭദ്രകാളി കടാക്ഷത്താൽ യജ്ഞവേദി സായുജ്യമാകുന്നതോടെ അമ്പാട്ടുപണിക്കൻ പള്ളിപ്പാന കർമ്മങ്ങൾക്ക് ആവശ്യമായ മധുവുമായി തന്റെ കുടുംബത്തു നിന്നും വാദ്യമേളങ്ങളുടെയും അനുചരന്മാരുടെയും ആർപ്പുവിളികളുടെ അകമ്പടിയിൽ ഇറക്കുടി കളിത്തട്ടിന് സമീപമുള്ള ആലിന്റെ വടക്കുവശം കൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കും. കൗള ആചാരപ്രകാരം നടത്തുന്ന പള്ളിപ്പാന ചടങ്ങുകളിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് മധു. അമ്പനാട്ടുപണിക്കരുടെ ഇണങ്ങളായ പടിത്ര വീട്ടുകാർ 41 ദിവസത്തെ വ്രതമെടുത്ത് കാപ്പുകെട്ടിയ കൽപ്പവൃക്ഷത്തിൽ നിന്നും താമര ഇലയിൽ ശേഖരിക്കുന്ന മധു അമ്പനാട്ടുപണിക്കർ കൈമാറുകയും യജ്ഞവേദിയിലെത്തി ഒരു ഉരുളിയിൽ പട്ട് വിരിച്ച് അതിൽ പകരുന്ന മധു വേലന്മാർ എടുത്തുകൊണ്ടുപോയി പരമശിവന് നിവേദിക്കും. കൈലാസ പൂജയുടെ സമയം കൈലാസനാഥന് നിവേദിച്ച ശേഷം കർമ്മികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്യും. അമ്പലപ്പുഴ കണിയാന്റെ ആമയിടയിൽ നിന്നുള്ള വീട്ടിൽ നിന്നും സന്ധ്യയോടുകൂടി പുറപ്പെടുന്ന കാളിയും ദാരികനും വാദ്യമേളങ്ങളുടെയും വായ്ക്കുരവകളുടെയും വായ്ത്താരികളുടെയും കുത്തുവിളക്കുകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ കിഴക്കേ നടയിലെത്തി വലിയ കോലം തുള്ളൽ നടത്തും. ദാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളി ദാരിക ശിരസുമായി ശിവസന്നിധിയിൽ എത്തുന്നതിന്റെ അനുസ്മരണമാണ് ഈ 1000 മണിക്കോല എഴുന്നള്ളത്. കാളിയും ദാരികനും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പള്ളിപ്പന്തലിന് മുമ്പിൽ കുമ്പളങ്ങ വെട്ടി കുരുതി നടത്തി മടങ്ങും.
തറനിരപ്പിൽ നിന്നും 9.25 കോൽ പൊക്കത്തിൽ 4 കൈലാസക്കോൽ പിടിപ്പിച്ച 6 അടയ്ക്കാമരങ്ങൾ ചെറിയ കൂമ്പുവലിക്ക് വേണ്ടി 9-ാം ദിവസം കുഴിച്ചിട്ട കൂമ്പുകൾക്ക് മുമ്പിൽ കുഴിച്ചിടും. ശിവഭഗവാന്റെയും ഭൂതഗണങ്ങളുടെയും പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ടാകുന്നതിനുള്ള പ്രത്യേക കർമ്മങ്ങൾ വലിയ കൂമ്പുകൾക്ക് മുന്നിൽ നടത്തും. പള്ളിപ്പാനയുടെ 14-ാം നാളിൽ നടക്കുന്ന ശൈവ പൂജയിൽ ശ്രീ പരമേശ്വരന് നിവേദിക്കാനുള്ള മധുവുമായി അമ്പനാട്ട് പണിക്കർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അന്ന് നടക്കുന്ന വലിയ കൂമ്പുബലിയിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ തെങ്ങിൽ നിന്നും ശേഖരിക്കുന്ന മധു കൈലാസ പൂജയുടെ സമയം കൈലാസനാഥന് നിവേദിച്ച് തുടർന്ന് വലിയ അടവി ഉണ്ടാവും. വേലന്മാർ തുള്ളി ഉറഞ്ഞ് കലിയടങ്ങിയാൽ വലിയ കൂമ്പുബലി നടക്കും. നേരത്തെ കുഴിച്ചിട്ട കർമ്മങ്ങൾ ആരംഭിച്ച കൂമ്പുകൾക്ക് മുകളിൽ കയറി ശിവഭൂതഗണങ്ങൾ 100 പാല് നൽകി ബലി നൽകി കർമ്മങ്ങൾ പൂർത്തിയാക്കി കൂമ്പിൽ നിന്നും വേലന്മാർ ഇറങ്ങി പള്ളിപ്പന്തലിന് മുമ്പിൽ പ്രാർത്ഥന നടത്തുന്നതോടുകൂടി കോയ്മപടിയെ തിരികെ എഴുന്നള്ളിക്കും. പള്ളിപ്പാനയുടെ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലത്തെ പ്രധാന പരിപാടികൾ പുറക്കളത്തിൽ ഗുരുതിയും കാപ്പഴിക്കലും തുടർന്ന് കോഴിയെ പുറത്തെടുക്കലുമാണ്. ശ്രീബലിക്ക് ശേഷം കോയ്മവടി എഴുന്നള്ളിച്ചിരുത്തിയാൽ പതിവ് ഓത്തു നടക്കും. തുടർന്ന് പള്ളിപ്പാന പന്തലിന് തെക്ക് വശത്തായി പുറനാടിമാരിൽ ഒരാളെ കിടത്തി കോടിമൊണ്ടുകൊണ്ട് മൂടും. ഒരു കുമ്പളങ്ങയും തികയും മേൽശാന്തി ഏൽപ്പിച്ച് ഒഴിഞ്ഞു വാങ്ങുന്നു. അമ്പലപ്പുഴ വേലൻ വാഴയിലയിൽ കിടക്കുന്ന പുറനാടിയുടെ കഴുത്ത്, മാറ്, കാല് എന്നിവിടങ്ങളിൽ വെട്ടുന്നതായി കാണിച്ച ശേഷം തുടർന്ന് പുറക്കളത്തിൽ ബലിക്കായി പുറനാടിയെ കൊണ്ടുപോകും. പിന്നീട് പുറനാടിക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. കിഴക്കേ നടയിലെ ഇറക്കുടിക്കളത്തിന് സമീപം തെക്ക് ഭാഗത്തായി ദേവസ്വം വക പ്രത്യേക ഭൂമിയിൽ കിടത്തി പുറനാടിയെ ബലി കൊടുക്കുന്നു എന്ന സങ്കല്പത്തിൽ കുമ്പളങ്ങ വെട്ടി കുരുതി നടത്തും. പുറക്കളത്തിൽ ബലിക്ക് ശേഷം വേലന്മാർ തിരികെ എത്തി മേൽശാന്തി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കോയ്മവടിയിൽ കെട്ടിയ കാപ്പുകൾ കെട്ടിയ മുറുക്ക് അഴിച്ച് കലശകുടത്തിൽ നിക്ഷേപിക്കുന്നു. പിന്നീട് കലശകുടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് അതിനെ അടിസ്ഥാനമാക്കി ഗുണഫലങ്ങൾ തീരുമാനിക്കുന്നു. ഇന്ന് കലശബലത്തിൽ നിന്ന് ലഭിച്ചത് അടക്കയാണ്. ചടങ്ങിന്റെ പൂർണ്ണതയാണ് ഇത് കാണിക്കുന്നത്. ശേഷം ഭീഷ്മ രൂപത്തിന്റെ തല, കഴുത്ത്, മാറ്, തുട തുടങ്ങിയ ഭാഗങ്ങൾ വേലന്മാർ വാളുകൾ കൊണ്ട് വെട്ടി രൂപവും പലകയും മാറ്റുന്നു. തുടർന്ന് 3-ാം നാൾ കുഴിയിലിട്ട കോഴിയെ പുറത്തെടുക്കുന്നു. പൂർണ്ണ ആരോഗ്യവാനായ കോഴിയാണ് ഇവിടെ പുറത്തെടുത്തത്. ഈ കോഴിയെ ആകാശത്തേക്ക് പറത്തിവിടുന്നതോടുകൂടി ചടങ്ങുകൾ പൂർണ്ണമായി. അങ്ങനെ 12 വർഷം കാത്തിരുന്ന ഒരു പള്ളിപ്പാനയുടെ ശുഭാപ്തിവരെയായ ചടങ്ങാണ് നമ്മളിവിടെ കണ്ടത്.